ഒപ്പിട്ടില്ലെങ്കിൽ ഈ കൗൺസിൽ ഇല്ല എന്നൊരു കോടതി ബാധിക്കും. അപ്പോൾ ഒപ്പിടാൻ വേണ്ടി നമ്മുടെ കൗൺസിലേഴ്സ് ഞാൻ അവിടെ ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പാഞ്ഞു വന്ന ചെമ്പരത്തി ഉദയൻ കൗൺസിലേഴ്സിന് കയറി പിടിക്കുകയും എന്നെ കിട്ടാത്തതുകൊണ്ട് അനിത ചേച്ചി അടക്കം ത്രേസ്യം അടക്കമുള്ള ആൾക്കാരുടെ കയറി പിടിച്ചു വലിക്കുകയും വനിതകളെ ആക്രമിക്കുന്നത് കണ്ടില്ല. നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് BJP-ക്കാരെ പോലെ കുഴഞ്ഞു വീഴേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഇവിടുത്തെ കൗൺസിലേഴ്സിന് ആൾക്കാർ മുഖം പിടിച്ചു വീഡിയോ അങ്ങനെ കൂടെയുള്ള വനിതകൾക്ക് ഇവർ ആക്രമിക്കുമ്പോൾ സഭ്യത കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവനൊക്കെ ആരായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇവരൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. വിദ്യാഭ്യാസം ഇല്ലാത്ത വെറും നികൃഷ്ട ജീവികളായിട്ടുള്ള അതിനിടയ്ക്ക് വേറെ ഞാൻ ശ്രദ്ധിച്ചോ, ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇനി കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് ബുക്ക് അതായത് രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ശബരിനാഥൻ പറയുന്നത്. സുഗതനെ കൗൺസിലിലേക്ക് അതായത് തിരികെ നഗരസഭയിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ഗൂഢമായുള്ള ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. കൗൺസിൽ ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു രജിസ്റ്റർ ബുക്ക് എന്നുള്ള കാര്യം പറയുന്നു. അത് കോൺഗ്രസ് ഒരിക്കലും തന്നെ സുഗതനെ അങ്ങോട്ടേക്ക് കയറ്റാൻ അനുവദിക്കില്ല, പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള കാര്യം ആണ് പറയുന്നത്. നികൃഷ്ടജീവി പരാമർശമൊക്കെ നടത്തുന്നുണ്ട് ശബരിനാഥൻ. BJP കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ വലിയ കയ്യേറ്റം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധവും പരിക്കേറ്റ കൗൺസിലർമാരൊക്കെ വീൽ ചെയറിൽ ഉൾപ്പെടെ എത്തുന്ന തരത്തിലുള്ള കുറെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ഇപ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവുകയാണ്. വനിതാ കൗൺസിലർമാരെ പുരുഷ കൗൺസിലർ അദ്ദേഹം കയറി പിടിച്ചു എന്നൊക്കെയുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷർട്ടൊക്കെ മുഴുവൻ കീറി പറഞ്ഞ രീതിയിൽ BJP കൗൺസിലറെ കാണാം. കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശബരിനാഥനെ തല്ലാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാക്കുതർക്കം കയ്യേറ്റത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ട ദൃശ്യമാണ്. അതിന്റെ വീണ്ടും ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.